ഹലോ, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ദിവസം നമ്മളൊരു ചുരിദാറിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇന്ന്. അപ്പോൾ ദാ നെക്കൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നെക്ക് ഫ്രണ്ടിൽ ആലില മോഡലും ബാക്കിൽ റൗണ്ട് മോഡലുമാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മെറ്റീരിയലും. പിന്നെ അതിൻ്റെ കൂടെ ലൈനിങ് കൂടെ വേണം കേട്ടോ ആ മെറ്റീരിയലിന്. അതുകൊണ്ട് ഞാൻ ലൈനിങ് കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദിവസം വൈകിയത്. അപ്പോൾ ലൈനിങ് ഒക്കെ എടുത്ത് ഞാനിത് അറ്റാച്ച് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ലൈനിങ് അറ്റാച്ച് ചെയ്യണമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എല്ലാം കൂടെ നീട്ടിപ്പിടിച്ച് കാണിക്കാതിരുന്നത്. എന്നുവെച്ചാൽ ഒത്തിരി ലോങ് ആയി പോവും. നമ്മുടെ സെൻട്രലായിട്ട്, അതായത് നമ്മുടെ ചെസ്റ്റിലായിട്ട് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കളറായതുകൊണ്ട് വരയൊന്നും ഇടുന്നില്ല. നമ്മുടെ ഷോൾഡറിൻ്റെ രണ്ട് സൈഡും 1.5 ഇഞ്ച് വീതി ഗ്യാപ്പ് വരുന്ന രീതിയിലാണ് ഞാൻ ആ മെറ്റീരിയൽ എടുത്തേക്കണത്. അതായത് നടുഭാഗത്ത് ഈ ഒരു സ്വീക്വൻസ് വന്നേക്കണോണ്ട് ആ സ്വീക്വൻസിന് ഞാൻ അങ്ങനെ വരുത്തിയതാണ് കേട്ടോ. ഇത് വെട്ടേഷണം കിട്ടിയതാണ് കേട്ടോ, കുഞ്ഞു പീസ് ഷോപ്പിൽ നിന്ന് വെട്ടേഷണം കിട്ടിയതാണ്. അപ്പോൾ ചെറിയ പീസാണെങ്കിലും ആ ഒരു ടോപ്പിനോടും മാച്ച് ആയത് വന്നപ്പോൾ അങ്ങനെ ഞാൻ വെച്ചതാണ്. അപ്പോൾ രണ്ട് സൈഡിലും 1.5 ഇഞ്ച് വീതം ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോൾഡർ എത്രയാണെന്ന് നോക്കുക. അതിൽ നിന്നൊരു 3 ഇഞ്ച് മൈനസ് ചെയ്താൽ മതി ഈ കുഞ്ഞു പീസിൻ്റെ വീതി. ഇനി അതിൻ്റെ ഇറക്കം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹാഫ് ലെങ്ത് നമ്മൾ എടുക്കൂലേ, നമ്മൾ ഷേപ്പ് വരക്കാൻ വേണ്ടി, അതിനേക്കാളും 1 ഇഞ്ച് കൂടുതലായിട്ട് എടുക്കുക. അപ്പോൾ 15 ഇഞ്ചാണ് എനിക്ക് ഹാഫ് ലെങ്ത് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടിയിട്ട് 16 ഇഞ്ചിലാണ് നമ്മൾ ഈ ഒരു പീസിൻ്റെ നീളം എടുത്തേക്കണം. അത് വീതി ഞാൻ പറഞ്ഞില്ലേ, 15 ഇഞ്ചാണ് ഷോൾഡർ വേണ്ടത്. അപ്പോൾ 13 ഇഞ്ച് വീതിയിൽ 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഞാൻ എടുത്തത്. ഇനി ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ, ഒന്നിൽ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് 3 സൈഡിലും ഒന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കുർത്തിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ പീസ് പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതുപോലെ സ്വീക്വൻസ് ഒക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. ഇതിപ്പോൾ സ്വീക്വൻസ് ഉള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് അതങ്ങനെ വെച്ചു എന്ന് മാത്രം. ആരോ എന്തോ തയ്ക്കാൻ കൊണ്ടുവന്നതിൻ്റെ ബാലൻസാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വേസ്റ്റിൽ പോകേണ്ട പീസുകളാണ്. ഞാൻ എടുത്ത് വേസ്റ്റിൽ ഇടാറാണ് പതിവ്. ഇപ്പോൾ കളറ് കോമ്പിനേഷൻ കറക്റ്റായിട്ട് വരണത് കണ്ടപ്പോൾ എടുത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതേ കളർ ക്രീം കളർ മെറ്റീരിയൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ പീസിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് സാധാരണ മെറ്റീരിയലാണ്. ഇതിപ്പോൾ ഈ സീക്വൻസ് ഉള്ളതുകൊണ്ടേ അതിൽ ഞാൻ സ്റ്റിച്ച് ചെയ്യണില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സീക്വൻസ് എന്ന് പറഞ്ഞാൽ അതിലെല്ലാം ഹോള് വീഴും കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണില്ല. കറക്റ്റ് നടുഭാഗം നമ്മളിങ്ങനെ കീപ്പ് ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ക് വെച്ച് വരച്ചിട്ട് ഉണ്ടെങ്കിലും അത് ആ ഒരു സീക്വൻസിൻ്റെ മുകളിൽ വരക്കാൻ പറ്റില്ലല്ലോ. പിന്നെ കുറേ വരച്ചിട്ടുണ്ടെങ്കിൽ വൃത്തിയിടാം. അപ്പോൾ ഇതിങ്ങനെ മടക്കി അടിയിലത്തെ പീസിൽ വരയിടാം കേട്ടോ. കണ്ടോ, അതിങ്ങനെ മടക്കുണ്ട്. ഞാനിപ്പോൾ തേച്ച് മടക്കി വെച്ചേക്കണ മടക്കുണ്ട്. ആ മടക്കാണ് ഞാൻ നോക്കണത്. നിങ്ങൾ വേണമെങ്കിൽ നടുവിൽ ഒരു വരയിട്ട് കൊടുത്തോളൂ. പക്ഷേ മുകളിൽ വെക്കണ പീസിൽ വരയൊന്നും ഇടരുത് കേട്ടോ, വൃത്തികേടായി പോവും. വരക്കാൻ പറ്റിയ മെറ്റീരിയലാണെങ്കിൽ കുഴപ്പമില്ല, വരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് അതവിടെ അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തെന്നിയൊന്നും പോകരുത് കേട്ടോ. ഇങ്ങനെ പിടിപ്പിക്കുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ മൂല എത്തുമ്പോൾ കുത്തി നിർത്തിയിട്ട് ഇനി ഇങ്ങോട്ടേക്ക് നമുക്ക് അങ്ങനെ കറക്റ്റ്. അപ്പം 3 സൈഡും അരികെ അടിച്ചതിന് ശേഷമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതിവിടെ പിടിപ്പിച്ചെടുക്കാം. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിപ്പോൾ ബോട്ടത്തിൻ്റെ പീസാണെങ്കിലും ഇതേപോലെ പിടിപ്പിച്ചെടുക്കാം. അളവ് പറഞ്ഞത് മനസ്സിലായല്ലോ. ഷോൾഡർ എത്രയാണെന്ന് നോക്കുക. അതിൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് വീതി എടുക്കുക. നമ്മുടെ ഹാഫ് ലെങ്ത് എത്രയുണ്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയിട്ട് നീളം എടുക്കുക. ഇതിപ്പോൾ സ്ക്വയറായിട്ട് തന്നെ വേണമെന്നില്ല കേട്ടോ, റൗണ്ടായിട്ടോ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് വെക്കുമ്പോൾ കറക്റ്റ് കളറോ മാച്ചിങ് ഒക്കെ വരണം. എന്നിട്ട് അതിൻ്റെ ഷേപ്പും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വരണം എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഞാനൊന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഇതിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നെക്കിൻ്റെ സൈഡൊക്കെ ഞാൻ നല്ല നീറ്റായിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നടുഭാഗത്തൊരു നോട്ട് ചുട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കുക നടുവിൽ. ഇപ്പോൾ ആ സ്വീക്വൻസിൻ്റെ ലൈൻ ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ അടിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാണ്ട് അറ്റം വരെ അങ്ങ് അടിച്ചു പോയി. കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ അറ്റം വരെ അടിച്ചിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ മുകളിലേക്ക് അടിക്കരുത് കേട്ടോ. ക്യാൻവാസിൻ്റെ മുകളിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിലേ നമുക്കത് മറിക്കാൻ പറ്റില്ല. അടിച്ച് കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത്. ഞാൻ പിന്നെ അതങ്ങോട്ട് പതുക്കെ ഒന്ന് പൊട്ടിച്ച് വിട്ടിട്ടുണ്ട്. ഇത്ര വരെ അടിച്ചാൽ മതി. ഇനി നമുക്ക് നെക്ക് ഏത് ഷേപ്പിലാണോ നമ്മൾ വെട്ടിയിട്ടുള്ളത് ആ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നടുക്കൂടെ ഞാൻ അടിക്കണില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ അവിടെ സീക്വൻസ് ഉള്ളത് കൊണ്ടേ അത്ര കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമില്ല. അത് കുഴപ്പമില്ല, നമുക്ക് നടുഭാഗം കീപ്പ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ സൈഡിലൂടെ നെക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ. ഒട്ടും ചരിഞ്ഞൊന്നും പോവരുത്. നല്ല നീറ്റായിട്ട് ഉറപ്പിച്ച് തന്നെ കൈ പിടിച്ചിട്ട് പതുക്കെ അടിച്ചെടുക്കണം കേട്ടോ.
അപ്പോൾ കഴുത്തടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ ഒരുപാട് വർക്കൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കഴുത്തിൽ ഈ പീസ് വെച്ചു, കയ്യിലും വെച്ചിട്ടുണ്ട്. കയ്യിൽ വെച്ചത് ഞാൻ ഇന്നലെ വെട്ടിയപ്പോൾ കാണിച്ചു തന്നായിരുന്നു. ഒരു ഗ്യാപ്പിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ താഴ്ഭാഗത്ത്, ഫ്രണ്ടിൽ താഴ്ഭാഗത്തും ആ പീസ് ഇങ്ങനെ കുറച്ച് ബാലൻസ് വന്നത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ഒരു ഇത്തിരിയുള്ള പീസാണ് കിട്ടിയത്. അത് ഞാൻ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. ഒരുപാട് വീതിയിലൊന്നും നമുക്ക് കയ്യിൽ വെക്കാൻ കിട്ടിയില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിതുപോലെ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ കിട്ടണേക്കെ നിങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കുർത്തിയോ അല്ലെങ്കിൽ ചുരിദാറോ ഒക്കെ തയ്ക്കുമ്പോൾ അതിന് മാച്ചായിട്ട് തുണി കിട്ടുമ്പോൾ നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണം കേട്ടോ. അപ്പോൾ കഴുത്ത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ആ പീസ് എടുത്തതിന് ശേഷം കഴുത്തിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് ഇടണം. എന്നാൽ നല്ല കറക്റ്റായിട്ട് മറിഞ്ഞ് കിട്ടുള്ളൂ. ഇപ്പോൾ ഈ സീക്വൻസ് ഉള്ളത് കൊണ്ട് തന്നെ അപ്പുറത്തേക്ക് മറിച്ച് ഇതാക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കറക്റ്റായിട്ട് വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. മുകളിൽ പതിച്ചടിക്കരുത് കേട്ടോ, ഒരു കാരണവശാലും മുകളിൽ പതിച്ചടിക്കരുത്. ഇങ്ങനെ വിടർത്തി വെച്ചിട്ട് ആ ഒരു ക്യാൻവാസിൻ്റെ മുകളിൽ പതിച്ചടിക്കുക. അതാ ഇങ്ങനെ. അപ്പോൾ നന്നായിട്ട് ടൈറ്റിൽ വലിച്ച് പിടിച്ചിട്ട് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണി കീറിയൊന്നും ഇങ്ങോട്ട് പോരരുത് കേട്ടോ. ഒരു സമാധാനത്തിൽ പിടിച്ചിങ്ങനെ വലിച്ച് പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലൂടെ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ആ പോയിൻ്റ് കറക്റ്റ് മിഡിൽ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നമുക്ക് കുത്തി നിർത്തിയിട്ട് ഇപ്പുറത്തെ സൈഡിലേക്കും അതേപോലെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. കണ്ടോ, എന്നിട്ട് മറിച്ച് നോക്കിക്കോ, നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് ഹെമ്മിങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പതിച്ചടിപ്പ് മുകളിൽ വരരുത് കേട്ടോ. തുണിയുടെ മുകളിൽ, നല്ല പീസിൻ്റെ മുകളിൽ പതിച്ചടി വരരുത്. കണ്ടോ, നീറ്റായിട്ട് മറിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്ക് നമുക്കിങ്ങനെ ഹെമ്മിങ് ചെയ്ത് പോയാൽ മതി. ഹെമ്മിങ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ഇത്തിരി തടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ടേ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കണം. എന്നിട്ട് വിരലുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ടൈറ്റായിട്ട് വലിച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങോട്ട് തുന്നി പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ബാക്ക് നെക്കും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ക്യാൻവാസ് വെച്ചൊക്കെ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല വശം ചേർത്ത് വെക്കുക. എന്നിട്ട് ബാക്കിലെ ക്യാൻവാസ് ഉണ്ടല്ലോ ഇതിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് വെക്കണം കേട്ടോ. വെക്കുമ്പോൾ നീറ്റായിട്ട് തന്നെ വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് തെന്നി പോകരുത്. അവിടെ നല്ല കറക്റ്റായിട്ട് ടൈറ്റായിട്ട് പിടിച്ചിട്ട് തന്നെ മെഷീൻ്റെ ഉള്ളിലേക്ക് വെക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ അടിച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. ഇനിതാ ഇതിങ്ങനെ വിടർത്തി നോക്കുമ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കെട്ടിട്ട് അടിക്കുക കേട്ടോ. ഇനി ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് സൈഡും നമ്മളങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്കിലും നമ്മളിങ്ങനെ ഹെമ്മിങ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യരുത് കേട്ടോ. അതായത് ഇത്തിരി നല്ല രീതിയിലൊക്കെ ചെയ്യുമ്പോൾ അതായത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ആ മാർക്കിങ് നമ്മൾ ഈ സൈഡിൽ കണ്ടോ ടക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ടക്ക് ഇട്ടത് ഞാൻ നിങ്ങളെ കാണിക്കാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ്, അതുകൊണ്ട് പിന്നെ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എങ്കിലും പുതിയ ആൾക്കാർ കാണണമെങ്കിൽ ഞാൻ അടുത്തിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ പറഞ്ഞു ഭയങ്കര സ്പീഡ് കൂടുതലാണെന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ കൂടെ വരണുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സ്പീഡ് കൂട്ടി പറയണത്. അതായത് തുടക്കം മുതൽ വീഡിയോ കാണുന്നവരെ എന്ന് വെച്ചാൽ പുതിയ ആൾക്കാർ കാണുന്ന കാര്യം വിട്ടു പോകണോണ്ടാണ് കേട്ടോ. ഇനി ഞാൻ വളരെ സാവധാനത്തിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഉണ്ട് ചുരിദാറുകൾ തയ്ക്കാൻ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ചെയ്ത് കാണിച്ചു തരാം. അത് സൈഡ് ഒപ്പം പിടിച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ആരെങ്കിലും തയ്യൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തയ്യൽ ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ നമ്പർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. വെറും 1000 രൂപയ്ക്ക് തയ്യൽ മുഴുവൻ ഞാൻ പഠിപ്പിച്ചു തരും കേട്ടോ. അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് വേണമെങ്കിൽ അതും പഠിപ്പിച്ചു തരും. അത് 3000 രൂപയാണ്. ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിൽ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പീസ് നമ്മൾ ലെങ്ത്ത് തികയാത്തതുകൊണ്ട് ഞാൻ കട്ടിങ് വീഡിയോയിൽ അത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം. അപ്പോൾ ഈ പീസിൽ നിന്ന് ഞാനിങ്ങനെ കുറച്ച് പീസ് വെട്ടി എടുത്തിട്ട്, അതായത് ഒരു 2 ഇഞ്ച് വീതിയിൽ വെട്ടിയെടുത്തിട്ട് ജോയിൻ ചെയ്തെടുക്കണം കേട്ടോ. കുട്ടി കുട്ടി പീസുകളാണ്. ഇതിങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ട് കയ്യിൽ അറ്റാച്ച് ചെയ്യണം. എങ്ങനെയെന്ന് കാണിച്ചു തരാം. എൻ്റെ ഭാഗത്ത് അറ്റാച്ച് ചെയ്യണില്ല കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ജോയിൻറ്റ് വന്നപ്പോഴേ എൻഡിൽ കൊണ്ട് അറ്റാച്ച് ചെയ്താൽ ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യണം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ആ ഒരു കുട്ടി പീസ് അതിൻ്റെ എൻഡ് ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. അതായത് ഇതുപോലെ മിഡിലായിട്ട് ഈ ഒരു പീസ് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ കൈൻ്റെ ആ ഒരു തുമ്പത്തുള്ള പീസൊക്കെ കളയാണ്. അതിന് ശേഷം അതായത് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കാം. ഇങ്ങനെ അടിച്ചെടുത്തിട്ട് ഒന്ന് നിവർത്തി
ഒന്ന് പതിച്ചടിച്ചെടുക്കുക. പതിച്ചടിക്കണമെങ്കിൽ അടിക്കാം, അല്ലെങ്കിൽ ഒന്ന് തേച്ചെടുത്താൽ ഇതിപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തേച്ചെടുത്താലും മതി, നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ. നല്ലൊരു കോട്ടണാണ്, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത്തിരി ലൈനിങ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ തയ്ച്ചെടുക്കാം, എന്തെങ്കിലും ഷോപ്പിലൊക്കെ ഇടാലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തത് കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ തുമ്പത്തേക്ക് ആ ഒരു കുഞ്ഞു പീസ് ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് വെച്ച് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിക്കണില്ല കേട്ടോ. ഇനിയിപ്പോൾ ഈ കൈ അടിയണേക്ക് അറിയാലോ, സൈഡ് അടിച്ച് കഴിഞ്ഞിട്ട് സ്ലിറ്റ് അടിക്കുക, അടിയിലൊരു ബോർഡർ വെച്ച് കൊടുക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് വിശേഷം. കട്ടിങ് കണ്ടാൽ മതിയല്ലോ, കുറേയൊക്കെ മനസ്സിലാവും. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് മുഴുവനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത് തയ്ക്കുമ്പോൾ നീറ്റായിട്ട് കാണിച്ചു തരാം. ഇതുപോലെ അറ്റം വരെ അടിക്കുക. ഇനി ഇതിൻ്റെ അടിഭാഗം മടക്കി അടിച്ചിട്ട് കൈ ഒന്ന് അറ്റാച്ച് ചെയ്തൊക്കെ എടുത്താൽ മതി. അപ്പോൾ എന്തായാലും തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കണ്ടോ, ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇട്ട് നോക്കി, നന്നായിട്ട് നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. സംഭവം അടിപൊളിയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഉള്ള ലൈറ്റ് കളേഴ്സൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. താഴ്ഭാഗത്ത് ഞാനൊരു ചെറിയ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എൻ്റെ നമ്പർ എടുത്തിട്ട് എന്നെ വിളിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുകയും കൂടെ ചെയ്യുക.